PSC സൊല്യൂഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ചോദിച്ച പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ് എസ് സോമനാഥൻ. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ഏതാണ്? ഓപ്ഷൻ എ ആണ് ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓപ്ഷൻ എ ആണ് വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ആണ് ചൈനയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ ആണ് മിതാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ദാമോദർ മൗസോയാണ്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ്? ഓപ്ഷൻ സി ആണ് മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഫെബ്രുവരി 28. ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി ആണ് 2021. അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻ നോക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. അത് ശരിയായിട്ട് വരുന്ന ആൻസറാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്ക് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. റാഡ് ക്ലിഫ് രേഖ വേർതിരിക്കുന്നത് ആരൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിലാണ്. അപ്പോൾ അതും ശരിയാണ്. ഹൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അത് ഇവിടെ തെറ്റായിട്ട് വരുന്ന ആൻസറാണ് കേട്ടോ. അപ്പം പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഹൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഓപ്ഷൻ സി ആണ് ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഇന്ത്യയിൽ? ഓപ്ഷൻ ബി ആണ് ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? ശുദ്ധജല തടാകമല്ലാത്തത് സംഭാർ തടാകമാണ്. സംഭാർ തടാകം ഏതാണ്? ലവണ തടാകമാണ് കേട്ടോ, ഉപ്പ് തടാകമാണ്. അടുത്തത്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ഓപ്ഷൻ സി ആണ് റൂർക്കേല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി സാദിയ ടു ധൂബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ഹൈദരാബാദ്.
നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ സി ആണ്, ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് വന്ദേ മാതരം? ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠം. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, അത് ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, അതും ശരിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല, അതും ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദമർഹമല്ല, അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. മൗലികാവകാശങ്ങൾ ന്യായവാദ അർഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയിലൂടെ അത് പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആണ്, 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിൽ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഏതു രാജ്യത്തിൽ നിന്നാണ് എടുത്തത്? ഓപ്ഷൻ എ ആണ് കേട്ടോ, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, ആർട്ടിക്കിൾ 32 ആണ്. ഈ ആർട്ടിക്കിൾ 32നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് വായിക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ് കേട്ടോ, സ്വത്തവകാശമാണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് എന്നാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, 1950 ജനുവരി 26 ഈ 1947 ജൂലൈ 22 എന്ന് പറയുന്നത് ദേശീയ പതാകയെ അംഗീകരിച്ച ഡേറ്റ് ആണ് 1947 ജൂലൈ 22 എന്ന് പറയുന്നത്. 1947 ഓഗസ്റ്റ് 15 എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു ഡേറ്റ് ആണ്. 1949 നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സമ്പാദ് കൗമുദിയാണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, മാഡം ഭിക്കാജി കാമയാണ്. ഓപ്ഷൻ ബി, മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, കുമാര ഗുരുദേവനാണ്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, ദാദാഭായ് നവറോജിയാണ്.
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, കെ കേളപ്പനാണ് കേരള ഗാന്ധി. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഇടനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ഡി ആണ്, ശാസ്താംകോട്ട കായൽ, ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, വേമ്പനാട് കായലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? റെയിൽവേ ഇല്ലാത്ത ജില്ല? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വയനാടാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ ബി ആണ്, ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി ആണ് കേട്ടോ, നാഷണൽ വേ വാട്ടർ ഓഫ് 3 ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഗൗരി പാർവതി ഭായിയാണ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, ലാഹോറിൽ വെച്ചാണ്. ലാഹോറിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ ഡി ആണ്, ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായിട്ട് നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഓപ്ഷൻ ബി ആണ്, 1957 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്.
ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മീററ്റ്. കേരളത്തിലെ ദേശീയോത്സവം. കേരളത്തിലെ ദേശീയോത്സവം ഏതാണ്? കേരളത്തിലെ ദേശീയോത്സവം ഓണമാണ്. ഓപ്ഷൻ ബി ആണ്. വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ, തുലാവർഷമാണ്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, അംശി നാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ ബി ആണ് കേട്ടോ, ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം ഓപ്ഷൻ എ ആണ്, 1861. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന പ്രധാന വേദി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന പ്രധാന വേദി ഓപ്ഷൻ ഡി ആണ്, പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. അതായത് ക്ഷയം, ചിക്കൻ പോക്സ്, ഇത് രണ്ടും വായിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ആഹാരവസ്തുക്കൾ കടിച്ചുകീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? ആഹാരവസ്തുക്കൾ കടിച്ചുകീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? കോമ്പല്ലാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ, കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ്, ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് കേട്ടോ, വൈറ്റമിൻ സി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ്, 2, 4. അതായത് അനാമിക, അർക്ക. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഓപ്ഷൻ സി ആണ്, ആന്തോസയനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, കാസർഗോഡാണ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. അപ്പോൾ സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 1984. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഏതാണ്? ഐസോടോപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ ഐസോടോപ്പുകൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഐസോടോപ്പുകൾ കണ്ടുപിടിക്കുന്നത് ആറ്റോമിക നമ്പർ നോക്കിയേ, 6. രണ്ടിടത്തും സെയിം അല്ലേ? അതായത് ആറ്റോമിക നമ്പർ സെയിം ആയിരിക്കും. 12, 14 എന്ന് പറയുന്നതാണ് മാസ് നമ്പർ.
അപ്പം മാസ് നമ്പർ അവിടെ വ്യത്യസ്തമാണല്ലോ, അപ്പം അതെന്തായിരിക്കും? ഐസോടോപ്പായിരിക്കും. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? ഓപ്ഷൻ ബി ആണ്, ലാന്തനോയിഡ് ആണ്. ഘനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, D2O ആണ്. ക്ലോറോം ഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോം ഫെനിക്കോൾ ഏത് വിഭാഗത്തിലാണ്? ഓപ്ഷൻ ബി ആണ്, ആൻറ്റിബയോട്ടിക് ആണ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സംവഹനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ, അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഓപ്ഷൻ ബി, ഭ്രമണം.